കൊളസ്ട്രോളിന്റെ ഗുളിക. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ള ഒരു കാര്യം. കൊളസ്ട്രോളിന്റെ ഗുളിക നമ്മളിപ്പോൾ 40 മില്ലിഗ്രാമോ അല്ലെങ്കിൽ 80 മില്ലിഗ്രാമോ എല്ലാം കൊടുക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും, ഡോക്ടർ ഇത്രയും ഗുളിക ഇത്ര ഇത് വേണോ, 5 മില്ലിഗ്രാം പോരെ? വെച്ചാൽ അവർക്ക് എന്തോ ഒരു ഭയമുണ്ട്. നമ്മൾ ഈ കൊളസ്ട്രോളിന്റെ ഗുളിക കൊടുക്കുന്നതിന്റെ ബാക്കിൽ ഒരു സയൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻസിന്, നമുക്ക് വെസ്റ്റേൺ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ആവറേജ് ഏജ് ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ വെസ്റ്റേൺസിലൊക്കെ വരുന്നതിനേക്കാളും 10 വർഷം മുമ്പാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. നമ്മുടെ ആൾക്കാർക്ക് അതുപോലെ കൊളസ്ട്രോളിന്റെ കാര്യങ്ങളും എല്ലാം അവരെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ കാരണം കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കുന്ന മരുന്നുകൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊളസ്ട്രോളിന്റെ മരുന്നിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് അത് എത്ര കുറച്ച് വെക്കാമോ അത്രയും കുറച്ച് വെക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻസിന് 50 മില്ലിഗ്രാം പെർസെന്റേജ് താഴെ വരണമെന്നാണ് പറയുന്നത്. LDL എന്നുള്ള 50 താഴെ വരണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് കുറച്ച് വെക്കാനായിട്ട് നമുക്ക് എത്രമാത്രം ഡ്രഗ്സ് വേണോ ആ ഡ്രഗ്സ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അതേ ഡോസ് കഴിക്കണം. കാരണം അത് വെറുതെ തരുന്നതല്ല, അതിന്റെ ബാക്കിലുള്ള പഠനങ്ങളും സയൻസും വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ കുറഞ്ഞിരിക്കുമ്പോഴേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ വീണ്ടും ബ്ലോക്ക് വരാതിരിക്കുള്ളൂ. ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ വീണ്ടും ഹാർട്ടിന് വരാതിരിക്കുള്ളൂ. കാരണം ഒരു രക്തക്കൊള്ളം ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റു രക്തക്കൊള്ളം ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാക്സിമം നമുക്ക് പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കണം. ആ ഒരു ഫോളോ അപ്പ് കറക്റ്റായിട്ട് റെഗുലറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ലൈഫ് നമ്മൾക്ക് സാധാരണ പണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം തന്നെ വീണ്ടും ചെയ്യാം.